Hi dears, welcome back to MS Solution. മക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീ ബ്രീസും ലാൻഡ് ബ്രീസും സെറ്റ് ആക്കാൻ പോവാണ്. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ. അപ്പൊ നമ്മൾ ഒന്നാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താടാ? സീ ബ്രീസ് ആണ്, അഥവാ കടൽ കാറ്റാണ്. ഫസ്റ്റ് എന്താ മാഷത്തിൽ പഠിക്കാനുള്ളത്? എടാ ഞാൻ പറഞ്ഞുതരാം. ഈ കടൽ കാറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. കടലിൽ നിന്ന് കരയിലോട്ട് കാറ്റ് വീശുന്നു. എന്താ മാഷ പറഞ്ഞത്? പേരിൽ തന്നെ ഉണ്ടാ. കടലിൽ നിന്ന് നേരെ കരയിലോട്ട് വീശുന്ന കാറ്റിനെ പറയുന്ന പേരാണ് സീ ബ്രീസ് അഥവാ കടൽ കാറ്റ്. ഇനി ഇതിന്റെ കൺസെപ്റ്റ് മാഷ് പറഞ്ഞുതരാം. എടാ ഈ കടൽ കാറ്റ് നടക്കുക എപ്പോഴാ അറിയോ? പകൽ സമയത്താ. എപ്പോഴാണ് നടക്കുക? പകൽ സമയത്താണ് നടക്കുക. അതായത് ഉച്ച സമയത്ത്, ഈ രാവിലെ സമയത്തൊക്കെ നടക്കുന്ന കാറ്റ് ഏതാ ചോദിച്ചാൽ കടൽ കാറ്റായിരിക്കും. കൺസെപ്റ്റ് വളരെ സിമ്പിളാ. പെട്ടെന്ന് ഈ സൂര്യന്റെ ചൂട് ഏറ്റുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചൂടാവല ആരാ ചോദിച്ചാൽ ഈ ലാൻഡ് ആണ്, അഥവാ കരയാണ് പെട്ടെന്ന് ചൂടാവുക. സോ ഇവിടെ എന്താ ഇവിടെ ഇവൻ പെട്ടെന്ന് ചൂടാകുമ്പോൾ ഈ ചൂടായ ആൾക്കാരൊക്കെ എയർസ് മോളിക്യൂൾസ് ഒക്കെ എങ്ങോട്ടേക്ക് പോവുക? നേരെ മുകളിലോട്ടാണ് പൊന്തും. ഇത് എന്താ ശരിക്കും? ഇത് കൺവെക്ഷൻ ആണ്, അഥവാ സംവഹനമാണ്. അതവിടെ കിടക്കട്ടെ. സോ ഇവിടെ എന്ത് ചെയ്യൂടാ? ഈ മോളിക്യൂൾസ് ഒക്കെ മുകളിലോട്ട് പോകുമ്പോൾ കടലിൽ നിന്ന് എന്ത് ചെയ്യൂടാ? നല്ല അടിപൊളിയായിട്ടുള്ള കാറ്റ് കരയിലോട്ട് വീശി പോകും. ഇതിനെ പറയുന്ന പേരാണ് സീ ബ്രീസ് അഥവാ കടൽ കാറ്റ്. പേരിൽ തന്നെ ഉണ്ട് ഉത്തരം. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കണം. കര വെള്ളത്തെക്കാൾ വേഗത്തിൽ ചൂടാകുന്നു. നമുക്കറിയാം പെട്ടെന്ന് ചൂടാവൽ ആരാ ചോദിച്ചാൽ കരയായിരിക്കും ട്ടാ. പിന്നെ പെട്ടെന്ന് തണുക്കൽ ആരാ ചോദിച്ചാൽ അതും ലാൻഡ് തന്നെയാണ്, അഥവാ കരയാണ്. സോ ഇതിനാൽ പകൽ സമയത്ത് കര കടലിനേക്കാൾ ചൂടായിരിക്കും. കരയ്ക്ക് തൊട്ട് മുകളിലുള്ള വായു ചൂടാകുന്നു. ഈ വായു വികസിക്കുകയും മുകളിലേക്ക്, അതായത് കരയിലെ ചൂടായ വായു മുകളിലേക്ക് ഉയരുകയും ഇവിടെ എന്താവുന്നടാ? കടലിൽ നിന്ന് നേരെ, സീയിൽ നിന്ന് നേരെ ലാൻഡിലോട്ട് വീശുന്ന കാറ്റിനെ പറയുന്ന പേരാണ് സീ ബ്രീസ് അഥവാ കടൽ കാറ്റ് എന്ന് പറഞ്ഞാൽ. സെറ്റ് അല്ലടാ? അങ്ങനെയാണെങ്കിൽ എന്താ മാഷ ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാൽ, അഥവാ കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നടക്കൽ എപ്പോഴാ ചോദിച്ചാൽ നൈറ്റിലാണ്, അഥവാ രാത്രിയിലെ സംഭവം സംഭവിക്കാം. ഇവിടെ എന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഈ ലാൻഡ് ആണ് നമ്മളെ ഏറ്റവും വലിയ കച്ചി തുരുമ്പ്. എടാ രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര തണുപ്പുള്ള കാലം അല്ലെ? പെട്ടെന്ന് തണുക്കൽ ആരാ ചോദിച്ചാൽ നമ്മൾ പറയണം ആരാ പെട്ടെന്ന് തണുക്കുക? സർ ഈ കരയാണ് പെട്ടെന്ന് തണുക്കുക. സോ അപ്പൊ പെട്ടെന്ന് ചൂടാവൽ ആരായിരിക്കും? കടൽ മാഷെ. കടൽ പെട്ടെന്ന് ചൂടാവും ഈ രാത്രി സമയങ്ങളിൽ. ചൂടായിട്ട് അവന്റെ മോളിക്യൂൾസ്, അവന്റെ വായു ഒക്കെ നേരെ മുകളിലോട്ട് വരും. അപ്പൊ എന്താ സംഭവിക്കുക? കരയിൽ നിന്ന് കടലിലോട്ട് കാറ്റ് വീശും മാഷേ. എന്താ പറഞ്ഞത്? കരയിൽ നിന്ന് നേരെ കടലിലോട്ട് വീശുന്ന കാറ്റിനെ പറയുന്ന പേരാണ് ലാൻഡ് ബ്രീസ് അഥവാ കരക്കാറ്റ്. പേരിൽ തന്നെ ഉണ്ട്, കരയിൽ നിന്ന് നേരെ കടലിലോട്ട്. അപ്പൊ എന്താ പറയാ? കരക്കാറ്റ് എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ ഇതൊന്ന് വായിച്ചു നോക്കടാ. ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നു കര, ലാൻഡ് എന്ത് ചെയ്യൂടാ? പെട്ടെന്ന് വേഗത്തിൽ തണുക്കുന്നു. സോ കടൽ ചൂടായി നിൽക്കാവും. കടലിന്റെ വായുസ് എന്ത് ചെയ്യൂടാ? ചൂടായ എയർസ് നേരെ മുകളിലോട്ട് പോകും. അപ്പൊ ലാൻഡിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് കാറ്റ് വീശും? കടലിലോട്ട് കാറ്റ് വീശും. സോ ഇതിനെ പറയുന്ന പേരാണ് ലാൻഡ് ബ്രീസ് അഥവാ കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ. പേരിൽ തന്നെ ഉണ്ട് ഉത്തരം. ഈ രണ്ട് കാറ്റും ക്ലിയർ അല്ലടാ? അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.